നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമെന്ന് കണ്ടെത്തി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഗ്രീഷ്മയുടെ ജയിൽവാസത്തിന്റെ രണ്ടാം എപ്പിസോഡിന് തുടക്കമായി. അടുത്ത കാലത്ത് വരെ വിചാരണ തടവുകാരിയായി കഴിഞ്ഞ ഗ്രീഷ്മ ഇന്നലെ മുതൽ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന തടവുകാരിയാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഗ്രീഷ്മയുടെ വാസം. റിമാൻഡ് കാലാവധിയിലെ താമസം കൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് ജയിൽ പുത്തരിയല്ല. ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ 2025 ആദ്യ വനിതാ തടവുകാരിയെന്ന് റിപ്പോർട്ട്. അതുകൊണ്ട് 1/2025 എന്ന നമ്പറാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 14-ാം ബ്ലോക്കിൽ മറ്റ് 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ താമസിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കി. വിചാരണ കാലത്തും ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയായിരുന്നു. എന്നാൽ സഹതടവുകാരികളുടെ പരാതിയെ തുടർന്ന് 2025 സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ഗ്രീഷ്മയുടെ വധശിക്ഷയെക്കുറിച്ച് 2 വാദങ്ങളാണ് ഇപ്പോൾ നിലവിലുയരുന്നത്. കൊല്ലപ്പെട്ട ഷാരോൺ രാജിന് നീതി ലഭിച്ചെന്ന് ഭൂരിപക്ഷ ശബ്ദം ഉയരുമ്പോൾ ഗ്രീഷ്മയെ തൂക്കുകയർ വിധിച്ചതിൽ മുഖം ചുളിക്കുകയാണ് മറുവശം. മുൻ ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ളവർ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നൽകിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെ മേൽക്കോടതികളിൽ നിന്ന് ശിക്ഷാ ഇളവ് ചെയ്ത് ലഭിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസവും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ശിക്ഷ നടപ്പാക്കാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. മേൽക്കോടതിയിൽ നിന്നും ശിക്ഷാ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മയ്ക്കുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും കാമുകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മയോടുള്ള മലയാളികളുടെ കലിപ്പ് തീരുന്നില്ല. വധശിക്ഷ നൽകാനുള്ള കോടതി തീരുമാനത്തെ ഇരുകൈയും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത്. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ പൊതുസമൂഹം അതിൽ തൃപ്തരാകുമായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനവും നീതി നടപ്പിലായതിന്റെ ആശ്വാസവുമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പൈശാചിക മനസ്സുള്ള യുവതി എന്നാണ് ഗ്രീഷ്മയെ പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. ഇത് കോടതി അംഗീകരിച്ചതിന്റെ തെളിവാണ് പ്രതിഭാഗം നിരത്തിയ ഒരു വാദവും അംഗീകരിക്കാതെയുള്ള വിധി. കടുത്ത ഭാഷയിലാണ് ഗ്രീഷ്മയെ മലയാളികൾ വിമർശിക്കുന്നത്. മനുഷ്യന്റെ രൂപമുള്ള പൈശാചിക ജന്മമെന്നാണ് നിരവധി പേർ വിശേഷിപ്പിക്കുന്നത്. ശിക്ഷ വിധിച്ചതിന് ശേഷമുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ഒന്നിൽ ഒരു ഉപയോക്താവ് പറയുന്നത്, ജയിലിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗ്രീഷ്മയെ അടുക്കളയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കരുതെന്നാണ്. ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി കൊന്നതിനാണ് ഗ്രീഷ്മ ജയിലിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഗ്രീഷ്മയാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ട്രോളുകളും വാർത്തകളും നമ്മൾ കണ്ടതാണ്. കമന്റുകളിലെല്ലാം തന്നെ ഗ്രീഷ്മയെ കഷായം ഗ്രീഷ്മ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആളുകൾ രോഷം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ ഇനി പോകുമ്പോൾ ഗ്രീഷ്മയെ അടുക്കളയിൽ കയറ്റരുത് എന്ന് ജനങ്ങൾ കമന്റ് ചെയ്യുന്നത്. ഷാരോൺ രാജ് കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകലാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും ശിക്ഷ നൽകിയതോടെ നിയമപരമായി കേസ് കൂടുതൽ ദൃഢവുമായി. കേരള പോലീസ് ഈ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ കേസ് അന്വേഷണം തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വരുമായിരുന്നു. കാരണം കുറ്റകൃത്യത്തിന്റെ പ്രധാന ഭാഗം നടന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിൽ വെച്ചാണ്. നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിച്ചു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് ഈ കുരുക്കഴിക്കാൻ വഴി കണ്ടെത്തിയത്. ഷാരോണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ എന്നതാണ് കേസെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതോടെ തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു. അതോടെ കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു. ഈ നിലപാട് കോടതിയും അംഗീകരിച്ചു. കോടതി വിധിയിലെ 7-8 ഖണ്ഡികയിൽ പറയുന്ന തട്ടിക്കൊണ്ടുപോകലിന് ഷാരോൺ രാജ് വിധേയനായതായി കോടതി കണ്ടെത്തിയതായാണ് വിധിയിൽ പറയുന്നത്. പാറശാലയിലെ വീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ ആവശ്യപ്രകാരമാണ് ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിലെത്തിയത്. വീട്ടിൽ അമ്മയും അമ്മാവനും ഇല്ലെന്ന് പറഞ്ഞ ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഷാരോണിനെ പ്രലോഭിപ്പിച്ച് വിളിച്ചിരുന്നു. ഈ ഫോൺ വിളിയാണ് തട്ടിക്കൊണ്ടുപോകലിനായി കോടതി പരിഗണിച്ചത്. ഫോണിൽ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ച ഗ്രീഷ്മ ഷാരോണിനെ നിർബന്ധപൂർവ്വം രാമവർമ്മൻ ചിറയ്ക്ക് സമീപത്തെ പൂവമ്പളിക്കോണത്തെ വീട്ടിലെത്തിക്കുകയായിരുന്നുവെന്നും ഇത് തട്ടിക്കൊണ്ടുപോകലാണെന്നും കോടതി കണ്ടെത്തി. കുറ്റകൃത്യത്തിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണെന്ന് സ്ഥാപിക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഈ വകുപ്പാണ്. തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന് കേസിന്റെ വിചാരണ വേളയിൽ കേരള പോലീസിന് തെളിയിക്കാൻ സാധിച്ചിരുന്നു.
ഷാരോണുമായി ഗ്രീഷ്മ നടത്തിയെന്ന് പറയുന്ന ഫോൺ വിളിക്ക് മുൻപ് തന്നെ കഷായത്തിൽ കലർത്താനുള്ള വിഷവസ്തു ഗ്രീഷ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നതായും കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ഇക്കാര്യം ഗൂഗിളിൽ തിരഞ്ഞതായും പോലീസിന് തെളിവ് നൽകി. ഇതോടെ കൊലപാതകം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റപത്രം ഗ്രീഷ്മ നടത്തിയെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. തട്ടിക്കൊണ്ടുപോകൽ വകുപ്പില്ലാതെ കൊലപാതകം മാത്രമായിരുന്നുവെങ്കിൽ കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിൽ മാത്രമാണെന്ന വാദത്തിന് ശക്തി നൽകുമായിരുന്നു. ഇതോടെ കേസന്വേഷണം തമിഴ്നാട് പോലീസിനും വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റാനും സാധിക്കും. ഇത് മറികടക്കാനാണ് തട്ടിക്കൊണ്ടുപോകൽ എന്ന വകുപ്പ് കൂടി കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ കേരള പോലീസ് ചുമത്തിയത്. രാമവർമ്മൻ ചിറയിലെ ശ്രീനിലയം വീട്ടിലേക്ക് സുഹൃത്തിനൊപ്പം വരികയായിരുന്ന ഷാരോണിന്റെ ബൈക്കിന്റെ എതിർദിശയിൽ ഇലഞ്ചിറ ജംഗ്ഷനിൽ വെച്ച് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കടന്നുപോയതായി കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ എല്ലാം കേരളം ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ ഒരു വിധി കേട്ട് കേരളം അത് ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. കമന്റുകളിലും അതുപോലെ തന്നെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അവർ തൂക്കുകയറിനപ്പുറം ഒരു ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടണമെന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ആഗ്രഹിച്ചത്.